Hello students, +1 Mathematics, Complex Numbers and Quadratic Equations എന്ന 5ാമത്തെ ചാപ്റ്ററിന്റെ 2ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ അഡീഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്, സബ്സ്ട്രാക്ഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്, properties of multiplication of complex numbers and power of I എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്, multiplication of complex numbers. Let Z1 equal to A plus IB and Z2 equal to C plus ID be any two complex numbers. Then the product Z1 Z2 is defined as follows. Z1 Z2 equal to Z1 equal to A plus IB. A plus IB into C plus ID. നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പഠിച്ചതാണ് A plus B into C plus D. പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ടല്ലോ. അതേ രീതിയിൽ കോംപ്ലക്സ് നമ്പറിന്റെ പ്രോഡക്റ്റും കണ്ടുപിടിക്കാം. ഈക്വൽ ടു എ കൊണ്ട് സി ഐ ഡി, ഈ രണ്ട് നമ്പേഴ്സിനെ ഇൻറ്റു ചെയ്യാം. അപ്പം എന്ത് കിട്ടും? എ സി പ്ലസ് എ ഇൻറ്റു ഐ ഡി, ദാറ്റ് മീൻസ് ഐ എ ഡി. നെക്സ്റ്റ് ഐ ബി കൊണ്ട് സിനെയും ഐ ഡിനെയും ഇൻറ്റു ചെയ്യാം. അപ്പം ഐ ബി ഇൻറ്റു സി, ഐ ബി സി, ഐ ബി ഇൻറ്റു ഐ ഡി. അപ്പം ആദ്യം എ കൊണ്ട് ഈ രണ്ട് നമ്പറിനെയും ഇൻറ്റു ചെയ്യുക. നെക്സ്റ്റ് ഐ ബി കൊണ്ട് ഈ രണ്ട് നമ്പറിനെയും ഇൻറ്റു ചെയ്യുക. നെക്സ്റ്റ് എ സി, ഐ എ ഡി പ്ലസ് ഐ ബി സി. ഇവിടെ എന്ത് വരുന്നത്? ഐ ബി ഇൻറ്റു ഐ ഡി, ഐയും ഐയും, ഐ ഇൻറ്റു ഐ സ്ക്വയർ. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഐ ഇൻറ്റു ഐ സ്ക്വയർ ആകും. വേറെ ഒന്നിനും ചേഞ്ച് ഇല്ല. നമുക്കറിയാം വാട്ട് ഈസ് ഐ സ്ക്വയർ. ഐ സ്ക്വയർ ഈക്വൽ ടു -1. നെക്സ്റ്റ് സ്റ്റെപ്പിൽ മൈനസ് ബി ഡി. അപ്പൊ ഫസ്റ്റ് നമ്പർ കൊണ്ട് രണ്ടിനെയും ഇൻറ്റു ചെയ്യുക. പിന്നെ ഐ ഇൻറ്റു ഐ സ്ക്വയർ ആകും. വാട്ട് ഈസ് ഐ സ്ക്വയർ? ഐ സ്ക്വയർ ഈക്വൽ ടു -1. അപ്പോൾ പ്ലസ് ബി ഡി എന്നുള്ളത് മൈനസ് ബി ഡി ആകും. ഇനി ഇതിനെ റിയൽ പാർട്ട് എന്നും ഇമാജിനറി പാർട്ട് എന്നും രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് ഒരു കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ എഴുതുന്നത് എ പ്ലസ് ഐ ബി ഫോമിലാണ്. ഈ കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ ആ ഫോമിൽ എഴുതുക. അപ്പൊ ഇതിൽ റിയൽ പാർട്ട് ഏതാണ്? ദാറ്റ് മീൻസ് ഐ ഇല്ലാത്ത പാർട്ട് എ സിയും മൈനസ് ബി ഡിയും, അത് ഒരുമിച്ച് എഴുതുക. അപ്പൊ എ സി മൈനസ് ബി ഡി പ്ലസ് ഐ ഇൻറ്റു, ഇതിൽ നിന്നും ഐ ഔട്ട് സൈഡ് എടുത്താൽ റിമൈനിങ് എന്താണ് കിട്ടുന്നത്? എ ഡി പ്ലസ് ബി സി. അപ്പൊ എ സി മൈനസ് ബി ഡി പ്ലസ് ഐ ഇൻറ്റു എ ഡി പ്ലസ് ബി സി. എ പ്ലസ് ഐ ബി ഫോമിലാണ്. അപ്പോ Z1 ഉം Z2 ഉം രണ്ട് കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ Z1 ഇൻറ്റു Z2 ഉം എന്ത് തന്നെയാണ്? ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. ഒരു എക്സാമ്പിൾ നോക്കാം. 3 പ്ലസ് I5 ഇൻറ്റു 2 പ്ലസ് I6. എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം 3 കൊണ്ട് ഈ രണ്ട് നമ്പറിനെയും ഇൻറ്റു ചെയ്യുക. അപ്പൊ 3 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു I6 പ്ലസ് I5 ഇൻറ്റു 2 പ്ലസ് I5 ഇൻറ്റു I6. അപ്പൊ 3 കൊണ്ട് രണ്ട് നമ്പറിനെയും ഇൻറ്റു ചെയ്യുക. നെക്സ്റ്റ് I5 കൊണ്ട് രണ്ട് നമ്പറിനെയും ഇൻറ്റു ചെയ്തു. നെക്സ്റ്റ് നമുക്ക് അതിലത്തെ നമ്പേഴ്സ് ഇൻറ്റു ചെയ്യുക. 3 ഇൻറ്റു 2 6, 3 ഇൻറ്റു I6, I 3 ഇൻറ്റു 6 എത്രയാ? 18. അപ്പൊ I 18. 5 ഇൻറ്റു 2 10 ആണ്. അപ്പൊ I 10. അപ്പൊ ഈ രണ്ട് ടേമും ഐ ഉള്ള പോർഷൻ ആണ്. 3 into 6 18 വരും, 5 into 2 10 വരും.
അപ്പൊ I18 I10. ഇവിടെ I into I ഉണ്ട്. I into I is I square. 5 into 6 13. I square എന്താകും നെക്സ്റ്റ് സ്റ്റെപ്പിൽ -1 ആകും. അപ്പോൾ 6 plus I18 plus I10 minus 1 into 30 minus 30. നെക്സ്റ്റ് ഇതിന് A plus IB ഫോമിലാക്കുക. അപ്പോൾ 6 minus 13 ഇത് I ഇല്ലാത്ത ടേം ആണ്. 6 minus 30 എത്രയാ? -24 പ്ലസ് I18 I10. അപ്പൊ I into 18 plus 10. അപ്പൊ -24 plus 18 plus 10 എത്രയാ? 28. I 28 or -24 plus 28 I എന്ന് എഴുതാം. അപ്പൊ ഇതേ രീതിയിലാണ് രണ്ട് കോംപ്ലക്സ് നമ്പറിന്റെ പ്രോഡക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പർ. നമ്മൾ അഡീഷൻ ഓഫ് കോംപ്ലക്സ് നമ്പറിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചതാണ്. അതേ പ്രോപ്പർട്ടീസ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സിന് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ക്ലോഷർ ലോ. ഇപ്പോൾ പറഞ്ഞതാണ് Z1 Z2 രണ്ട് കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ പ്രോഡക്റ്റ് Z1 Z2 എന്തായിരുന്നു? ഒരു കോംപ്ലക്സ് നമ്പർ ആയിരുന്നു. That means product of two complex number is a complex number. Z1 into Z2 is a complex number for all complex numbers Z1 and Z2. അപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പറിന് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റും ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. കമ്മ്യൂട്ടേറ്റീവ് ലോ. For any two complex numbers Z1 and Z2, Z1 into Z2 equal to Z2 Z1. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ലോ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സിലും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. Z1 Z2 ഈക്വൽ ടു Z2 Z1. നെക്സ്റ്റ് അസോസിയേറ്റീവ് ലോ. എന്താണ് അസോസിയേറ്റീവ് ലോ? Z1 Z2 into Z3 ഈക്വൽ ടു Z1 into Z2 Z3. നമുക്ക് ഇതൊക്കെ വെരിഫൈ ചെയ്യാം പ്രോബ്ലത്തിൽ. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. അഡിറ്റീവ് ഐഡന്റിറ്റി നമ്മൾ പഠിച്ചു. 0 plus I0 ആണ്. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിനെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതേ കോംപ്ലക്സ് നമ്പർ കിട്ടും. അതാണല്ലോ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഈസ് 1. ദാറ്റ് ഈസ് 1 plus I0. ഇമാജിനറി പാർട്ട് ഇല്ല. ഇമാജിനറി പാർട്ട് 0 ആണ്. റിയൽ പാർട്ട് മാത്രം 1. അപ്പോൾ 1 plus I0 ഈസ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. ആൻഡ് Z into 1 equal to Z ആയിരിക്കും. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി 1 plus I0 ആണ്. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അഡിറ്റീവ് ഇൻവേഴ്സ് -Z ആയിരുന്നു. നമുക്കറിയാം 2ന്റെ ഇൻവേഴ്സ് എന്താണ്? 2 into ഏത് നമ്പർ ഇൻറ്റു ചെയ്താലാണ് 1 കിട്ടുക? 1/2. അതേമാതിരി Z എന്ന് പറഞ്ഞ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ഇൻവേഴ്സ് ഏതാണ്? 1/Z ആണ്. അതിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? Z raised to -1. Z ഇൻവേഴ്സ് എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പൊ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് Z ഈസ് 1/Z ആൻഡ് Z into 1/Z ഈക്വൽ ടു 1. നോൺ സീറോ കോംപ്ലക്സ് നമ്പറിന് മാത്രമേ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യൂ. Z 0 ആണെങ്കിൽ 1/0 നോട്ട് ഡിഫൈൻഡ് ആണല്ലോ. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് Z ഈക്വൽ ടു 1/Z വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന പ്രോബ്ലംസ്. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. Z1 into Z2 plus Z3 equal to Z1 Z2 plus Z1 Z3. Next Z1 plus Z2 into Z3 equal to Z1 Z3 plus Z2 Z3. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രോബ്ലത്തിൽ വെരിഫൈ ചെയ്യാം. നെക്സ്റ്റ് പവർ ഓഫ് I. ഐയുടെ പവർ I raised to n എന്താകും എന്ന് നമുക്ക് പഠിക്കാം. I raised to 0 ഏത് നമ്പറിന്റെയും പവർ 0 ആണെങ്കിൽ ആൻസർ 1 ആണ്. I raised to 0 equal to 1. I raised to 1
ഐ ആണ്. പവർ 1 ആണെങ്കിൽ അതേ നമ്പർ തന്നെ ആയിരിക്കും. അപ്പോൾ I raised to 0 equal to 1, I raised to 1 equal to I. Then what is I square? We know that I square equal to -1. I cube, I squareനെ I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് എന്ത് കിട്ടുക? I cube. അപ്പോൾ -1 into I equal to -I. അപ്പോൾ I square into I. I square -1 ആണ്. അപ്പോൾ -1 into I -1 into I ആയതുകൊണ്ട് -I. നെക്സ്റ്റ് I raised to 4. I ക്യൂബിനെ I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ I raised to 4 കിട്ടും. അപ്പോൾ -I into I. -I into I എന്താണ്? I square. വാട്ട് ഈസ് I square? -1. അപ്പോൾ മൈനസ് ഓഫ് -1. ഈ മൈനസും മൈനസും പ്ലസ് ആകും. അപ്പോൾ ഈക്വൽ ടു 1. I raised to 5, I raised to 4 into I ആണ്. അപ്പോൾ 1 into I ഈക്വൽ ടു I. I raised to 6, I raised to 5 into I. അപ്പോൾ I into I ഈക്വൽ ടു I square. I square ഈക്വൽ ടു -1. I raised to 7, I raised to 6നെ I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. I raised to 6 എന്താണ് ആൻസർ കിട്ടിയത്? -1 ആണ്. അപ്പോൾ -1 into I -I. നെക്സ്റ്റ് I raised to 8, I raised to 7 into I. അപ്പോൾ -I into I -I square is minus of -1 equal to 1. അപ്പോൾ ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരിക ചെയ്യുന്നത്. 1I -1 -I. ഇവിടെ ആദ്യം 1I -1 -I. ഇവിടെ 1 വന്നു. അപ്പൊ നെക്സ്റ്റ് എന്തായിരിക്കും? I. നെക്സ്റ്റ് -1, നെക്സ്റ്റ് -I. അപ്പോ 1I -1 -I. പിന്നെ ആദ്യം 1I -1 -I. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാകുന്നു? ഐയുടെ പവർ 0, 4, 8, 12 വരുമ്പോൾ ആൻസർ 1 ആണ്. 1, 5, 9, 13 അങ്ങനെ വരുന്ന പവേഴ്സിൽ ആൻസർ I ആണ്. 2, 6, 10, 14 എക്സെട്ര വരുമ്പോൾ ആൻസർ -1 ആണ്. 3, 7, 11, 15 എക്സെട്ര വരുമ്പോൾ ആൻസർ -I ആണ്. എന്താ ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത? 4, 8, 12. ദാറ്റ് മീൻസ് മൾട്ടിപ്പിൾ ഓഫ് 4. 4ന്റെ മൾട്ടിപ്പിൾ പവർ വരുമ്പോൾ ആൻസർ 1 ആണ്. ദാറ്റ് മീൻസ് I raised to 4k equal to 1. 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആൻസർ 1 ആണ്. ഇനി ആ മൾട്ടിപ്പിളിനോട് കൂടി +1 ആഡ് ചെയ്താൽ I raised to 4k + 1 ആൻസർ എന്താ കിട്ടേ? I അല്ലേ? 8 + 1, 12 + 1 അങ്ങനെ വരുമ്പോൾ ആൻസർ I ആണ്. ഇനി മൾട്ടിപ്പിളിനോട് കൂടി 2 ആഡ് ചെയ്യുമ്പോൾ ആൻസർ എന്താണ് വരുന്നത്? -1 ആണ്. ദാറ്റ് മീൻസ് 4 + 2, 8 + 2 ആൻസർ -1. 3 ആഡ് ചെയ്യുമ്പോൾ ആൻസർ എന്താ കിട്ടുന്നത്? -I. ദാറ്റ് മീൻസ് ഒരു നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആണെങ്കിൽ അല്ലെ, മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിൽ റിമൈൻഡർ എത്ര കിട്ടുക? 0 ആണെങ്കിൽ ആൻസർ 1. പിന്നെ മൾട്ടിപ്പിൾ കഴിഞ്ഞിട്ട് 1 റിമൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് റിമൈൻഡർ 1 ആണെങ്കിൽ ആൻസർ I. റിമൈൻഡർ 2 ആണെങ്കിൽ ആൻസർ -1. റിമൈൻഡർ 3 ആണെങ്കിൽ ആൻസർ -I. അപ്പോ ഒരു പവർ ഓഫ് I കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ആ പവറിനെ ആദ്യം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണെങ്കിൽ പവർ ഓഫ് I ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ഫസ്റ്റ് കേസ്. അപ്പൊ 5 എന്ന് പറയുമ്പോൾ എന്താണ്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 വരെ റിമൈൻഡർ ഇല്ല. 5 എന്ന് പറയുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടുക? 1. അപ്പൊ റിമൈൻഡർ 1 ആണെങ്കിൽ ആൻസർ ഈക്വൽ ടു I. റിമൈൻഡർ 2 ആണെങ്കിൽ പവർ ഓഫ് I ഈക്വൽ ടു -1. റിമൈൻഡർ 3 ആണെങ്കിൽ പവർ ഓഫ് I ഈക്വൽ ടു -I. അപ്പോ
ഐയുടെ പവർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആണ്. അപ്പോൾ ആ പവറായി വരുന്ന നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ റിമൈൻഡർ 0, 1, 2, 3 ഏതെങ്കിലും ഒന്നാണ് കിട്ടുക. അപ്പോൾ അതിനനുസരിച്ച് ആൻസർ 1i -1 -i കിട്ടും. Next problems. Express each of the following complex number in the form a plus ib. 5i into -3/5i. അപ്പോൾ ഇതിനെ ഇൻറ്റു ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് നമ്പേഴ്സ് ഇൻറ്റു ചെയ്യുക. മൈനസ് ഉണ്ട്, അപ്പോൾ നെഗറ്റീവ് 5 into 3/5 ഇൻറ്റു i into i സ്ക്വയർ. അപ്പോൾ ഈ രണ്ട് നമ്പറും ഫസ്റ്റ് ഇൻറ്റു ചെയ്യുക. 5 into -3/5 -5 into 3/5 ഇൻറ്റു i into i സ്ക്വയർ. Then what is i സ്ക്വയർ? i സ്ക്വയർ is -1. അപ്പോൾ ഈ നെഗറ്റീവും പ്ലസ് ആകും. 5 കട്ട് ചെയ്തിട്ട് ഫൈനൽ ആൻസർ ഈസ് 3. നെക്സ്റ്റ് i raised to 9 plus i raised to 19. 9 equal to 8 plus 1. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഈക്വൽ ടു 1. റിമൈൻഡർ 1 ആണെങ്കിൽ പവർ ഓഫ് i ഈക്വൽ ടു i. നെക്സ്റ്റ് i raised to 19. 19നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 16 plus 3. ദാറ്റ് മീൻസ് റിമൈൻഡർ ഈക്വൽ ടു 3. റിമൈൻഡർ 3 കിട്ടിയാൽ ആൻസർ എത്രയാണ്? -i. അപ്പോൾ റിമൈൻഡർ 1 കിട്ടിയത് കൊണ്ട് ആൻസർ i. അപ്പോൾ i raised to 9 ഈക്വൽ ടു i. i raised to 19 റിമൈൻഡർ 3 ആണ്. അപ്പോൾ ആൻസർ -i. i plus -i ഈക്വൽ ടു 0. അപ്പോൾ ആ പവറായിട്ട് വരുന്ന നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ നോക്കുക. എന്നിട്ട് പവർ ആൻസർ എഴുതിയാൽ മതി. നെക്സ്റ്റ് 3 into 7 plus i7 plus i into 7 plus i7. അപ്പോൾ ഈ ബ്രാക്കറ്റ് റിമൂവ് ചെയ്താൽ മതി. 3 into 7 21. 3 into 7 i7 ആണ്. അപ്പോൾ i21 plus i7 plus i സ്ക്വയർ 7. അപ്പോൾ 3 കൊണ്ട് ഈ രണ്ട് നമ്പറിനെയും ഇൻറ്റു ചെയ്യുക. 21 ഹിയർ അഗൈൻ 21. ഇവിടെ 21, ഇവിടെ 21i. ഇവിടെ i7 i into i സ്ക്വയർ 7. i സ്ക്വയർ എന്താകും? -7 ആകും. i സ്ക്വയർ -1. അപ്പോൾ i സ്ക്വയർ 7 അപ്പോൾ -7 ആകും. അപ്പോൾ നമുക്ക് റിയൽ പാർട്ട് ആയിട്ട് കിട്ടുന്നത് 21 - 7 ഈക്വൽ ടു 14. 21iയും 7iയും 28i. അപ്പോൾ 14 plus 28i ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1 - i -1 plus i6. അപ്പൊ ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാം. 1 - i -1 plus 1 plus i6 -i6. അപ്പൊ ഇവിടെ രണ്ട് നെഗറ്റീവ് വന്നതുകൊണ്ട് +1 ആകും. ഇവിടെ -i6. റിയൽ പാർട്ട് 1 plus 1 ഈക്വൽ ടു 2. -iയും -i6ഉം -i7 അല്ലെ 6iയും 1iയും 7i നെഗറ്റീവ് ആയതിന് നെഗറ്റീവ് 7i. അപ്പൊ 2 - 7i എഴുതാം. നെക്സ്റ്റ് 1/5 plus i 2/5 minus 4 plus i 5/2. അപ്പൊ ബ്രാക്കറ്റ് റിമൂവ് ചെയ്താൽ 1/5 plus i 2/5 minus 4 minus i 5/2. അപ്പൊ അതിന്റെ റിയൽ പാർട്ടിൽ വരുന്നത് 1/5 minus 4 plus i into 2/5 minus 5/2. അപ്പൊ 1/5 minus 4 എന്താ സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുക? 4 divided by 1 എഴുതുക. അപ്പൊ 1 minus 20 divided by 5 minus 19/5. Here 2/5 minus 5/2 equal to 2 into 2 4 minus 5 into 5 25 divided by 5 into 2
10 minus 21 by 10. അപ്പോൾ minus 19 by 5 minus 21 by 10 I. Next question. 1 by 3 plus I 7 by 3 plus 4 plus I 1 by 3 minus 4 by 3 plus I. അപ്പോൾ ആദ്യം ഈ ബ്രാക്കറ്റ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യുക. 1 by 3 plus I 7 by 3 plus 4 plus I 1 by 3 minus 4 by 3 plus 4 by 3 minus I. ബ്രാക്കറ്റ് കംപ്ലീറ്റ് റിമൂവ് ചെയ്തു. നെക്സ്റ്റ് ഇതിൽ ഐ ഇല്ലാത്ത ടേംസ് ഒക്കെ ഒരുമിച്ച് എഴുതാം. 1 by 3 plus 4 plus 4 by 3 plus I 7 by 3 I 1 by 3 minus I. 1 by 3 plus 4 by 3 4 by 1 എഴുതുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 plus 4 into 3 12 plus 4 divided by 3 plus I into 7 by 3 1 by 3 8 by 3 ആകും. 8 by 3 minus 1 I outside എടുക്കുമ്പോൾ 7 by 3 plus 1 by 3 8 by 3 ഇവിടെ minus 1. ഇവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് എത്ര കിട്ടിയ 12 plus 13 plus 4 17 by 3 plus I into ഇവിടെ 1 by 1 ഇടുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 minus 3 by 3 is 5 by 3. അപ്പോൾ 17 by 3 plus I 5 by 3 ആൻസർ കിട്ടും. അപ്പോൾ എല്ലാ ബ്രാക്കറ്റും റിമൂവ് ചെയ്യുക. ഐ ഇല്ലാത്ത ടേംസ് ഒക്കെ ഒരുമിച്ച് എഴുതിയിട്ട് അതിന് സിംപ്ലിഫൈ ചെയ്യുക. പിന്നെ ഐ ഉള്ള ടേംസിൽ നിന്നും ഐ ഔട്ട്സൈഡ് എടുത്തിട്ട് റിമൈനിങ് ടേംസിനെ സിംപ്ലിഫൈ ചെയ്യുക. നെക്സ്റ്റ് ഐ റേസ്റ്റ് 13. അപ്പൊ പവർ ഓഫ് ഐ ആണ്. 39നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എങ്ങനെ നമുക്ക് എഴുതാം? 39 ഈക്വൽ ടു 4 into 9 36 ആണ്. പ്ലസ് 3 ആണ് റിമൈൻഡർ കിട്ടുന്നത്. റിമൈൻഡർ 3 ആണെങ്കിൽ നമുക്കറിയാം പവർ ഓഫ് ഐ ഈക്വൽ ടു മൈനസ് ഐ. അപ്പൊ ഐ റേസ്റ്റ് 39 ഈക്വൽ ടു മൈനസ് ഐ. ഐ റേസ്റ്റ് 1024. അപ്പൊ 1024നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8 റിമൈനിങ് 2 22ൽ 20 2 24 24ൽ കംപ്ലീറ്റ് 4 ഡിവൈഡ് ചെയ്യാൻ പറ്റും. റിമൈൻഡർ എത്ര കിട്ടുന്നത്? റിമൈൻഡർ 0 ആണ്. റിമൈൻഡർ 0 ആണെങ്കിൽ പവർ ഓഫ് ഐ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമുക്കിവിടെ ഗ്രേറ്റർ ആയിട്ട് നമ്പർ കിട്ടുന്നുണ്ടെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ മാത്രം മതി, ആൻസർ വേണമെന്നില്ല. റിമൈൻഡർ എത്രയാണ് കിട്ടുന്നത് നോക്കുക. ഈ റിമൈൻഡറിനനുസരിച്ച് നമുക്കിവിടെ ആൻസർ എഴുതാം. അപ്പൊ റിമൈൻഡർ 0 ആണെങ്കിൽ 1, റിമൈൻഡർ 1 ആണെങ്കിൽ ഐ, റിമൈൻഡർ 2 ആണെങ്കിൽ -1, റിമൈൻഡർ 3 ആണെങ്കിൽ -i. നെക്സ്റ്റ് ഹോംവർക്ക് 926. ഐ റേസ്റ്റ് 926. അപ്പൊ 926നെ ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ നോക്കിയിട്ട് ആൻസർ എഴുതുക. 35 ഐ റേസ്റ്റ് 35. പിന്നെ ഈ പ്രോബ്ലം ചെയ്യാം. താങ്ക് യു.